കാട്ടുപന്നിക്കൂട്ടത്തിന്റെ കണ്ണിൽ പെടാതെ നിന്നത് രണ്ടൂന്ന് പൂർത്തിച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഇതിന് പൂർത്തിച്ചക്ക എന്നാണ് പറയുന്നത്, പിന്നെ കൈതച്ചക്ക എന്നും പറയാറുണ്ട്. അങ്ങനെ പൂർത്തിച്ചക്ക കൊണ്ട് ഇന്നൊരു തോരൻ വെക്കാൻ പോവുകയാണ്. വിളയാത്ത പിഞ്ച് പൂർത്തിച്ചക്കയാണ് തോരൻ വെക്കാൻ നല്ലത്. ഇതും ചക്കക്കുരുവും കൂടെ ഇട്ടാണ് ഞാൻ തോരൻ വെക്കുന്നത്. അങ്ങനെ ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് നല്ല രീതിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞാണ് വെക്കുന്നത്. പിന്നെ ഇതേ ചക്കക്കുരു പഴയതായത് കൊണ്ട് നേരത്തെ തന്നെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവിന് വേവ് കൂടുതലായതുകൊണ്ട് അത് മുന്നേ തന്നെ അങ്ങ് അടുപ്പിൽ വെക്കുക ചെയ്യുന്നത്. പൂർത്തിച്ചക്കയാണെങ്കിൽ വേവ് കുറവാണ്. ചക്കക്കുരു വേവാൻ അടുപ്പി വെച്ചതിന് ശേഷം അരപ്പിന് ആവശ്യമുള്ള തേങ്ങയൊക്കെ തിരുവി ഞാൻ പിന്നെ അരയ്ക്കുവാണ്. അരപ്പ് സാധാരണ എല്ലാ തോരത്തിനും അരയ്ക്കുന്നത് മാതിരി ജീരകവും വെളുത്തുള്ളിയും തേങ്ങയും കാന്താരി മുളകാണ് ഞാൻ കൂടുതലും അരയ്ക്കുന്നത്. അപ്പോൾ അതും അരച്ച് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചക്കക്കുരു വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൂർത്തിച്ചക്കയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ല രീതിക്ക് ഇളക്കി അടച്ചു വെച്ച് വേവിക്കും. അതെല്ലാം ഒന്ന് വെന്ത് റെഡിയായപ്പോഴത്തേനും അരച്ചു വെച്ച അരപ്പും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ തട്ടിപ്പൊത്തി അടച്ച് ചെറിയ തീയിൽ ഒന്നും കൂടി വേവിച്ചത് എടുക്കുക. അങ്ങനെ ഇന്നത്തെ എൻ്റെ ചക്കക്കുരു പൂർത്തിച്ചക്ക തോരൻ റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.